Okay, students, we are continuing with the body mass index. Body mass index, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സ്വന്തം വെയിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതാണ് അതിന്റെ ഫോർമുല. BMI സമം വെയിറ്റ് ഇൻ കിലോഗ്രാംസ് ഡിവൈഡഡ് ബൈ മീറ്റേഴ്സ് സ്ക്വയർസ് ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു, ഒരാൾ 100 കിലോ വെയിറ്റ് ആണെങ്കിൽ 100 kg ഡിവൈഡഡ് ബൈ അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 സെന്റിമീറ്റേഴ്സ് ആണെന്ന് ചോദിക്കുക. അപ്പോൾ 1.8 സ്ക്വയർ ആണ്. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 3.6 വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ കിട്ടുന്ന സംഖ്യ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും വെയിറ്റും ഇതും വെച്ചിട്ട് ആ കിട്ടുന്നത് ബിലോ 18.5 ആണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെന്നും, ബിറ്റ്വീൻ 18.5 to 24.9 ആണെങ്കിൽ നോർമൽ വെയിറ്റ് റേഞ്ചിലാണെന്നും, 25 to 29.9 ആണെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണെന്നും, 30 to 34.9 ക്ലാസ് 1 ഒബിസിറ്റിയിലാണ് നിങ്ങളെന്നും, 35 to 39 ആണ് നിങ്ങളുടെ സ്കോർ എങ്കിൽ ക്ലാസ് 2 ഒബിസിറ്റി ആണെങ്കിൽ, 40 എബോവ് ആണെങ്കിൽ ക്ലാസ് 3 ഒബിസിറ്റിയിൽ പെടുന്ന ആളാണെന്നാണ് നിങ്ങളുടെ അർത്ഥം. ഇതിന്റെ അർത്ഥം ഈ ഫോർമുല അനുസരിച്ചിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് നിങ്ങളെ BMI കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വെയിറ്റ് എന്ന് മാത്രം ഇതുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ BMI കറക്റ്റ് റേഞ്ചിൽ, നോർമൽ റേഞ്ചിൽ കിടക്കുന്ന ആൾക്ക് ഒരു അസുഖവും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വെയിറ്റ് എന്നാണ് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു കൂടി ഈ ഫോർമുല ഓർത്തിരിക്കുക. വെയിറ്റ് ഇൻ kilograms divided by height in meter square. അതുപോലെ നിങ്ങളുടെ സിലബസിൽ ഒരു ടെസ്റ്റിന്റെ പേരുണ്ട്, ആഫർ യൂത്ത് ഫിറ്റ്നസ് ടെസ്റ്റ്. ഒരു 6 ഐറ്റം ഉള്ള ടെസ്റ്റാണ് ഇത്. നമ്മുടെ ഫിറ്റ്നസ് അളക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളെ പോലെയുള്ള യങ്സ്റ്റേഴ്സിന്റെ യൂത്ത് ആയിട്ടുള്ള ആളുകളുടെ ഫിറ്റ്നസ് എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്ന ഒരു ടെസ്റ്റാണ്. അമേരിക്കൻ അലയൻസ് ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് റിക്രിയേഷൻ എന്നാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം. ആഫർ യൂത്ത് ഫിറ്റ്നസ് ടെസ്റ്റ് കംപ്രൈസിംഗ് ദ ഫോളോയിങ് ഐറ്റംസ് ഈസ് യൂസ്ഡ് ടു അസസ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹെൽത്ത് റിലേറ്റഡ്, പെർഫോമൻസ് റിലേറ്റഡ് ഫിറ്റ്നസ്. അപ്പൊ ആ ഫിറ്റ്നസ് നിങ്ങളിൽ എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്ന ഒരു ടെസ്റ്റാണിത്. ഇതിൽ പറയുക പുള്ളപ്സ്. ബോയ്സിനാണെങ്കിൽ പുള്ളപ്സ് ആണ് കമ്പിയിൽ തൂങ്ങി നമ്മൾ ഇങ്ങനെ ബോഡി മുകളിലേക്ക് കൊണ്ടുപോയി ചെയ്യുന്ന സാധനം. ഗേൾസിന്റെ കേസിലാണെങ്കിൽ അത് ഫ്ലെക്സ്ഡ് ആം ഹാങ് ആണ്. അവർക്ക് ഇങ്ങനെ കൈമടക്കി വെച്ചിട്ട് എത്ര നേരം ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുള്ളതാണ്. ദെൻ ഫ്ലെക്സ്ഡ് ലെഗ് സിറ്റപ്സ് 1 മിനിറ്റ്. അത് 2 ഗേൾസിനും ബോയ്സിനും ഒന്ന് തന്നെയാണ്. ഷട്ടിൽ റൺ 10 yard into 4, അതും ഗേൾസിനും ബോയ്സിനും ഷട്ടിൽ റൺ. എജിലിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫ്ലെക്സ്ഡ് ലെഗ് സിറ്റപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡർ സ്ട്രെങ്ത്. അതുപോലെ പുള്ളപ്സും ഷോൾഡർ സ്ട്രെങ്ത് ആണ്. പുള്ളപ്സ് ഷോൾഡർ സ്ട്രെങ്ത് ആണ്. ഈ ഫ്ലെക്സ്ഡ് ലെഗ് സിറ്റപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽസിന്റെ സ്ട്രെങ്ത് അളക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. ഷട്ടിൽ റൺ എന്ന് പറയുന്നത് നിങ്ങളുടെ എജിലിറ്റി, നിങ്ങൾക്ക് പെട്ടെന്ന് ടേൺ ചെയ്തിട്ടൊക്കെ വരാൻ പറ്റുന്ന ആ ക്വാളിറ്റി നോക്കാൻ വേണ്ടി. സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ്. സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് എന്ന് പറയുന്നത് നമ്മൾ നിന്ന് വെപ്പിക്കുന്ന ഒരു ലൈനിന്റെ ബാക്കിൽ നിന്ന് ജിമ്മിംഗ് ബിറ്റിലേക്ക് നമുക്ക് ചാടാനുള്ള അത് അളക്കാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ലോവർ എക്സ്ട്രിമിറ്റീസ്, അതായത് ലെഗ്സിന്റെ സ്ട്രെങ്ത് അളക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. 50 yard ഡാഷ് എന്ന് വെച്ചാൽ റണ്ണ് തന്നെ 50 വാര ഓടുക വളരെ ഫാസ്റ്റ്, മാക്സിമം സ്പീഡിൽ. അപ്പൊ അത് നിങ്ങളുടെ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. അതുപോലെ 600 yard റണ്ണ്. 600 yard റണ്ണ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാർഡിയോ വാസ്കുലാർ ഫിറ്റ്നസ്. നിങ്ങൾക്ക് എത്ര സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കാൻ 600 yard റണ്ണ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കാർഡിയോ വാസ്കുലാർ എഫിഷ്യൻസി, കാർഡിയോ വാസ്കുലാർ ഫിറ്റ്നസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം 6 ഐറ്റവും ചെക്ക് ചെയ്യുന്നത് 6 ക്വാളിറ്റീസ് ആണ്. ഒന്ന് ഷോൾഡർ സ്ട്രെങ്ത്, അടുത്തത് അബ്ഡോമിനൽ സ്ട്രെങ്ത്, അടുത്തത് എജിലിറ്റി, അടുത്തത് ലെഗ് സ്ട്രെങ്ത്, അടുത്തത് സ്പീഡ്, അടുത്തത് കാർഡിയോ വാസ്കുലാർ ഫിറ്റ്നസ്. ഇപ്പൊ ഇതെല്ലാം കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സ്കോർ നോക്കിയിട്ടാണ് നിങ്ങളെ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക. പുള്ളപ്സ്, muscular strength and muscular endurance of arm and shoulders. Benny sit-up, muscular strength and endurance of abdominal muscles. Shuttle run, speed and agility. Standing broad jump, explosive strength of legs. 50 dashes, speed and explosive strength. Okay. 50 yard run or walks, cardiovascular endurance. ഇതാണ് ആ ടെസ്റ്റ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓടിച്ചു നോക്കി പോകുക. Then comes yoga. What is yoga? Yoga is a practical aid, not a religion. Yoga is an ancient art based on a harmonizing system of developing for body, mind and spirit. അപ്പോൾ അതാണ് നമുക്ക് ഡെഫിനേഷനായിട്ട് പറയാൻ പറ്റുക. The continuous practice of yoga will lead to a sense of peace
and well-being, and also a feeling of being at one with their environment. ഒരു തരം പ്രകൃതിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ നമുക്ക് സ്പിരിച്വാലിറ്റിയും എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേകതരം യോഗ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുപാട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടും പലതരത്തിലുള്ള എക്സസൈസുകളും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് കിടക്കുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് പറയാം ഇങ്ങനെ. The practice of yoga makes the body strong and flexible. It also improves the functioning of the respiratory, circulatory, digestive and hormonal system. Yoga brings about emotional stability and clarity of mind. അപ്പോൾ ഇത് വളരെയധികം മറ്റ് എക്സസൈസുകളൊന്നും തരാത്ത രീതിയിലുള്ള ഒരുപാട് മെന്റൽ ഇഫക്റ്റും കൂടെ നമുക്ക് ഇതിനകത്ത് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റെസ്പിറേറ്ററി, സർക്കുലേറ്ററി, ഡൈജസ്റ്റീവ് ആൻഡ് ഹോർമോണൽ സിസ്റ്റത്തിനെയൊക്കെ പോസിറ്റീവായിട്ട് എൻഹാൻസ് ചെയ്യാനുള്ള സിസ്റ്റങ്ങളുടെയും ഓർഗൻസിന്റെയും ഒക്കെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള കപ്പാസിറ്റി യോഗയ്ക്കുണ്ട്. കൂട്ടത്തിൽ തന്നെ കാംനെസ് ഓഫ് മൈൻഡ്, മെന്റൽ ആയിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക, ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന 2-3 റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. അത് അതിലൂടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് മെന്റൽ റിലാക്സേഷൻ നമുക്ക് ചെയ്യാനായിട്ട്, സ്ട്രെസ് റിലീഫ് കാര്യങ്ങൾ നമുക്ക് മെഡിറ്റേഷനിലൂടെയൊക്കെ ഒരുപാട് മെന്റൽ കാംനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് യോഗയെ പറ്റി പ്രധാനപ്പെട്ട് പറയാനുള്ളത്. It defines itself as a science that is a practical, methodical and systematic discipline or set of techniques that have the lofty goal to helping human beings to become aware of their deepest nature. അപ്പോൾ നമ്മളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന കാര്യമില്ല. നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് റിലാക്സേഷൻ ഭാഗം ആണ് സിലബസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബോഡി നമുക്ക് വിവിധ തരത്തിലുള്ള ആസനാസ്, റിലാക്സേഷൻ ടെക്നിക്സുകളുണ്ട്. ഇത് മീൻസ് ദ ലൂസണിങ് ഓഫ് ബോഡിലി ആൻഡ് മെന്റൽ ടെൻഷൻ. നമ്മൾ ശവാസനത്തിലൊക്കെ കടന്നുകൊണ്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്കുകളുണ്ട്. കീപ്പിംഗ് മസിൽ ഇൻ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്നൊക്കെ പറയും. കീപ്പിംഗ് മസിൽ ഇൻ എ കോൺസ്റ്റന്റ് അലർട്ട് സ്റ്റേറ്റ് expends a great amount of your energy, which then is unavailable when your muscles are called upon the really function. Conscious relaxation train your muscle to release their grip when you don't use them. This relaxation keeps the muscles response to the signals from your brain telling them to contract so that you can perform all the countless tasks of busy day. The tips of successful yoga relaxation practice. We can discuss some tips. Relaxation is a conscious endeavor that lies somewhere between effort and non-effort. To truly relax, you have to understand the practice that skill. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ശവാസനം പൊസിഷനിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ ഓരോ മസിൽസും റിലാക്സ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഓരോ മസിലിനെയും മൈൻഡിൽ ഓർത്തുകൊണ്ട്, ഇപ്പോൾ ഈ മസിൽ ഇവിടുന്ന് ഞാൻ പതുക്കെ ഇവിടെ റിലാക്സ് ചെയ്തു, ഇവിടെ റിലാക്സ് ചെയ്തു, അങ്ങനെ 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 നമ്മൾ പ്രോഗ്രസീവായിട്ട് ബോഡി മൊത്തം ഒരു റിലാക്സ്ഡ് അവസ്ഥയിലേക്ക്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, അങ്ങനെ ഒരു റെഗുലർ പ്രാക്ടീസിലൂടെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഇങ്ങനെ ഹോൾ ബോഡി സ്വയം റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റെല്ലാ സമയത്തും എപ്പോഴും തലച്ചോറിൽ നിന്ന് വിവിധ മസിലുകളിലേക്ക് സിഗ്നൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ഒരു റിലാക്സേഷൻ പ്രോസസ്സിൽ നമ്മൾ ഈ ഒരു ലിങ്ക് തന്നെ കുറേയൊക്കെ ഇല്ലാണ്ടായി പോവുകയാണ്. എന്ന് വെച്ചാൽ അത്രയും ടെൻഷൻ ഫ്രീ ആയി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ പ്രാക്ടീസ് ഇൻ എ ക്വയറ്റ് എൻവയോൺമെന്റ് വെർ യു ആർ അൺലൈക്ലി ടു ബി ഡിസ്റ്റർബ്ഡ് ബൈ അതേഴ്സ് ഓർ ടെലിഫോൺ. Try placing a small pillow under your head and a large one under your knees for support and comfort in a supine or lying position. നമുക്ക് മലർന്നാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. ഇതിനെ കിടന്നുകൊണ്ട് തലയണയൊക്കെ വെച്ച് കംഫർട്ടബിൾ ആയിട്ട് കിടന്നുകൊണ്ട് ഓരോ മസിലായിട്ട് നമുക്ക് പ്രോഗ്രസീവായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്കാണ്. Ensure that your body stay warm, if necessary heat the room. അതൊക്കെ നമ്മൾ കോൾഡ് കൺട്രീസിൽ ഇവിടെ നമുക്ക് ആ കുഴപ്പങ്ങളൊന്നും വരില്ല, ബ്ലാങ്കറ്റ് ഒന്നും പുറച്ചിട്ട് കിടക്കേണ്ട കാര്യമില്ല. ഡോണ്ട് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക് ഓൺ എ ഫുൾ സ്റ്റൊമക്ക്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് മസിൽ റിലാക്സേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കലി യോഗയിൽ സാധാരണ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. നിങ്ങൾ മലർന്ന് കിടക്കുക, കൈയൊക്കെ സൈഡിൽ വളർത്തിയിടുക. ഓരോ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്വയം മൈൻഡിലൂടെ ആ ഭാഗത്തിലെ കുറിച്ച് ചിന്തിച്ച് തന്റെ വിരലിന്റെ തുമ്പ് ഇവിടെ നിന്ന് ഞാൻ റിലാക്സ് ചെയ്യണം. അങ്ങനെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തുകൊണ്ടെന്നില്ല, പക്ഷെ റെഗുലർ പ്രാക്ടീസിലൂടെ നമുക്ക് മൊത്തം ബോഡി ഫുള്ളി റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ ഒരു സ്ട്രെസ് റിലീഫ് ടെക്നിക്ക് തന്നെയാണ്. പ്രധാനമായിട്ട് സ്ട്രെസ് റിലീഫിന് യോഗ ഉപയോഗിക്കുന്നത്. മെനി ഓഫ് ദ പോപ്പുലർ ടെക്നിക്സ് ഫൗണ്ട് ടു റിഡ്യൂസ് സ്ട്രെസ് യോഗ ഈസ് കൺട്രോൾഡ് ബ്രീത്തിങ്. നമുക്ക് വിവിധ തരത്തിലുള്ള എന്താ പറയുക, പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ സ്ട്രെസ് റിലീസിങ് സാധ്യമാണ്. അതുപോലെ മെഡിറ്റേഷൻ, നമ്മൾ റെഗുലറായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊരു സ്ട്രെസ് റിലീസിങ് ടൂളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ ഫിസിക്കൽ മൂവ്മെന്റ്, വിവിധ തരത്തിലുള്ള ആസനാസ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ മെന്റൽ ഇമേജറി നമ്മൾ
എന്താ പറയുക, ഓരോ കാര്യത്തിനെ പറ്റിയിട്ടും മൈൻഡിൽ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സാണ്. ദെൻ സ്ട്രെച്ചിങ്, മിക്ക ആസനാസും യോഗിക് ആസനാസും സ്ട്രെച്ചിങ് ഇഫക്റ്റ് ഉള്ളതാണ്. പലതരത്തിലുള്ള ബോഡിയുടെ പല ഭാഗങ്ങളെ വിവിധ രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നതാണ് പലതരത്തിലുള്ള ആസനാസ്. അപ്പോൾ അത് ആ ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും മെഡിറ്റേഷനിലൂടെയും ദെൻ പ്രാണായാമ പോലെയുള്ള ബ്രീത്തിങ് ടെക്നിക്കിലൂടെയൊക്കെ നമുക്ക് സ്ട്രെസ് റിലീസിങ് സാധ്യമാണ്. സോ അത്രയാണ് പ്രധാനമായിട്ട്. കാരണം യോഗയിലേക്ക് നിങ്ങളുടെ സിലബസിലാകെ 2 ചെറിയ ടോപ്പിക്ക് പറയുന്നുള്ളൂ. അപ്പോൾ പോയാൽ തീരില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ യോഗയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. യോഗ ബ്രാഞ്ചസ് തന്നെ പലതരത്തിലുള്ള ഹഠയോഗ അങ്ങനെയൊക്കെ ഇങ്ങനെ നീണ്ടുവരന്ന് കിടക്കുന്ന ഒരു ഇതാണ്. നമുക്ക് ഈ അവസരമുള്ളിൽ ഒരിക്കലും അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് അതിനകത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകാത്തത്. അപ്പോൾ യോഗയുടെ ഡെഫിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ 1-2 പോയിന്റ്സുകൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് യോഗ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. ദെൻ റിലാക്സേഷൻ ടെക്നിക്ക് എന്താണ്, അതിൻ്റെ ബോഡി പൊസിഷൻ എന്താണ്, അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് റിലാക്സേഷൻ ഓരോ ഭാഗവും റിലാക്സ് ചെയ്ത് മസിൽ റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക. റെഗുലറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ദെൻ സ്ട്രെസ് റിലീഫ് ഉപയോഗിക്കുന്ന യോഗയുടെ ടെക്നിക്സ് ആണ് പ്രധാനമായിട്ട്. കൺട്രോൾഡ് ബ്രീത്തിങ്ങിലാണ് നമ്മൾ എന്താ പറയുക, പ്രാണായാമ, അതിൽ തന്നെ ഒരുപാട് കപാലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒന്നും നമുക്ക് ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ച് ഡീറ്റെയിൽ പോകാൻ കഴിയില്ല. നിങ്ങളുടെ സിലബസിൽ അതില്ല. അതുപോലെ മെഡിറ്റേഷൻ തുടർച്ചയായിട്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ യൂസ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ, അതുപോലെ പ്രാണായാമയൊക്കെ. പിന്നെ ആസനാസിലൂടെയാണ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നത്. ഈവൻ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഒരൊറ്റ സാധനം തന്നെ വളരെയധികം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് തരുന്നതാണെന്ന്. മെൻ്റൽ ഇമേജറി, സ്ട്രെച്ചിങ് തുടങ്ങി സാധനങ്ങൾ. ഇത്രയും കൊണ്ട് ഞാൻ ഏതാണ്ട് നിങ്ങളുടെ ഓപ്പൺ കോഴ്സിൻ്റെ മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ എക്സാം പോലെ ഒരു സംഗതി നടത്തണം. അതുപോലെ നോട്ട്സായിട്ട് തരണമെന്നുണ്ടെങ്കിൽ നോട്ട്സായിട്ട് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് തരാം. മുഴുവൻ സാധനത്തിൻ്റെ നോട്ട്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്തായാലും നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് റെഡിയായി നിൽക്കുക. ക്ലാസ്സുകളെല്ലാം തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. യൂട്യൂബിലായതുകൊണ്ട് വലിയ ഡാറ്റ ചിലവ് നിങ്ങൾക്ക് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡിലേക്ക് ആക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ ഇവൻ എക്സാം അടുക്കുമ്പോഴായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നോക്കുക. ആ സമയത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ അപ്പം അത് അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് ക്ലാരിറ്റി കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഡൗട്ട് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി തുടങ്ങുക. നമുക്ക് ഇന്റേണൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാംസ് ഒക്കെ നടത്തിയേ പറ്റുള്ളൂ. ചെറിയൊരു അസൈൻമെന്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് വന്നിട്ട് തരുന്നതാണ്. ഓക്കെ, ബൈ.